രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേൾക്കുന്നത്. ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഹാജരാകുന്നത്. തെളിവുണ്ട് എന്ന് പറയുന്നു പ്രോസിക്യൂഷൻ. ദീപ രാഹുൽ ഈശ്വർ പ്രതികരിക്കുകയായിരുന്നു. രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു. നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു. ആ വിഷയത്തിലുള്ള പ്രതികരണമാണ് ദീപ രാഹുൽ ഈശ്വർ നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യയിൽ ശക്തമായ വാദമുഖങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയാണ്. നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയതിന് തെളിവുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നു. ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാൻ കാരണമായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം നൽകുന്നതിനെ എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ശക്തമായ തെളിവുകളുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഖണ്ഡിക്കുന്ന തെളിവുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദമുഖം ഉന്നയിക്കുകയാണോ? അനുജ, ഉറപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇപ്പോൾ പോലീസ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാദങ്ങൾ അടച്ചിട്ട മുറിയിലാണ്. നമുക്ക് ചെറിയ ചില വിവരങ്ങൾ മാത്രമേ ഇപ്പോഴും പുറത്തേക്ക് കിട്ടുകയുള്ളൂ. അവർ പറയുന്നതനുസരിച്ച് പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പീഡനം അതല്ലെങ്കിൽ ബലാത്സംഗം എന്നതിനപ്പുറത്തേക്ക് നിർബന്ധിത ഗർഭചിത്രം നടത്തിയതിന് തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ അറിയിച്ചിട്ടുണ്ട്. ജാമ്യം അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ കാരണമായേക്കാം എന്നുള്ളതും പ്രോസിക്യൂഷൻ ഇപ്പോൾ വാദിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ഈ ബെയിൽ ആപ്ലിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരാം. ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കുകയാണ്. പലവിധ കാരണങ്ങൾ അവർ ഉയർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൊന്ന് ഈ അശാസ്ത്രീയ ഗർഭചിത്രം അതല്ലെങ്കിൽ നിർബന്ധിത ഗർഭചിത്രം നടത്തിയതിന് തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഒരുപക്ഷേ ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ അറിയിക്കുന്നു. അതിനെ എതിർത്ത് ശാസ്തമംഗലം അജിത് കുമാർ, ഒരുപക്ഷേ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിനായി ഹാജരാകുന്നത്. അദ്ദേഹം ക്രോസ് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അവരുടെ പ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ കേസിൽ രാഷ്ട്രീയപ്രേരിതമായ പല സംഭവങ്ങളുണ്ട്. മാത്രമല്ല ഈ ഗർഭചിത്രം എന്ന് പറയപ്പെടുന്ന കൺസേണിനെ അത് ഏത് രീതിയിലാണ് കാണേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തിരിച്ചു വാദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയാണ്. ഒരു തരത്തിലും ബെയിൽ കൊടുക്കരുത് അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നുള്ള ശക്തമായ വാദം അത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതേസമയം അല്പസമയം മുൻപ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് പോലീസ് കസ്റ്റഡിയിലേക്ക് നാളെ വൈകിട്ട് 5 മണി വരെ വിട്ടിരുന്നു. അതിനുശേഷം കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തിറങ്ങി രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഹൈക്കോടതിയിലേക്ക് കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് അവരുടെ തീരുമാനം. അതല്ലെങ്കിൽ ഉന്നത കോടതിയിലേക്ക് പോകും, ബെയിൽ ആപ്ലിക്കേഷൻ നൽകും, ചില ഗാഡ്ജറ്റ്സുകളടക്കം പിടിച്ചെടുക്കാനുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ദീപ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടു. അങ്ങനെ ഈ മണിക്കൂറുകൾ ആകാംക്ഷയുടേതാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഒളിവിലെന്ന് പോലീസ് വിലയിരുത്തുന്ന അന്വേഷണ സംഘം വിലയിരുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം. അതാണ് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുത് എന്ന് വാദിക്കുകയാണ്. ശക്തമായ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയതിനുൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. ഒപ്പം ജാമ്യം അനുവദിച്ചാൽ അത് തെളിവുകൾ നശിപ്പിക്കാനുള്ള കാരണമാകും എന്ന് പറയുകയാണ്. ഷഫീദ്, ഇതിൽ ഈ നിലവിൽ 7 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഒളിവിലാണ്, കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ ആ തരത്തിലേക്ക് ഉള്ള ഒരാളാണ്. മറ്റ് പരാതികളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ അറിയിക്കും ഈ നിലവിലുള്ള തെളിവുകൾക്ക് പുറമെ. അങ്ങനെയാണോ? അനുജ, ഉറപ്പായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രോസ് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ മുൻകൂർ ജാമ്യത്തെ ക്രോസ് ചെയ്യാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധിത അല്ലെങ്കിൽ അശാസ്ത്രീയ ഭ്രൂണഹത്യയ്ക്ക് തെളിവുണ്ട്. ആ തെളിവുകളെ അവർ ഉയർത്തുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ഈ കുട്ടി ചികിത്സ തേടിയതിന്റെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ വിവരങ്ങളും ഡോക്ടർമാരുടെ മൊഴിയും അവർക്ക് നിർബന്ധിച്ചു കൊടുത്ത ഗുളികകളുടെ വിവരം അടക്കമുള്ള കാര്യങ്ങൾ അത് അശാസ്ത്രീയ ഗർഭചിത്രമാണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കും. രണ്ടാമത്തെ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി ഏതെങ്കിലും തരത്തിൽ കേസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പരിശോധന നടത്തുകയാണ്. അപ്പോൾ ഈ പ്രതി ഒളിവിൽ കഴിയുന്നു എന്നുള്ള അവസ്ഥ കൂടി കോടതിയെ അറിയിക്കും, കോടതിയെ ധരിപ്പിക്കും. അത് അതിന്റെ സാങ്കേതികത്വമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ബ്രൂട്ടലായ പല കാര്യങ്ങളുണ്ട്, അതടക്കം മുന്നിൽ കാണണം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസവും ഇയാൾക്കെതിരെ, ഈ പ്രതിക്കെതിരെ മറ്റൊരു പരാതി കൂടി വന്ന് അത് ഈ കൂടുതൽ പരാതികളുണ്ട്. അതിൽ തന്നെ നിലവിൽ മറ്റൊരു പരാതിയിൽ ഇതേ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുന്നു എന്ന വിവരവും കോടതിയെ ബോധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പ്രോസിക്യൂഷൻ. ഏതായാലും കോടതിയുടെ തീരുമാനം എന്താകും
രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകുമോ എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. രാഹുൽ ഈശ്വർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതിൽ കോടതിയിൽ തീരുമാനം വന്നിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ തുടരും. ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് ദീപ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.